ഹൈ ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്, റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവനൂർ. ഇന്ന് കാണിക്കാം, നമ്മൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് E20 പെട്രോൾ. അപ്പോൾ ഏതിലാണെങ്കിലും സ്പീഡ് പെട്രോളാണ്, X95 ഒന്നും എത്തനോളിന് യാതൊരു കുറവുമില്ല. അപ്പം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ E0 പെട്രോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു XP100 ആണെന്ന് തോന്നുന്നു. പക്ഷേ അതും ഞാൻ ടെസ്റ്റ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് E0 ആണെന്നാണ്. പക്ഷേ അതിൽ ഭയങ്കര എക്സ്പെൻസീവാണ് പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ 160 രൂപയൊക്കെ വില വരുന്നൊക്കെ അറിയുന്നു. നമുക്ക് ഫലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് കോളുകൾ എനിക്ക് വരാറുണ്ട്. FI വണ്ടികൾക്ക് ഒരുപാട് മിസ്സിങ് ഉണ്ട്. വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് ഒരു എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, പമ്പ് മാറുന്നില്ല, കാർബേറ്റിലേക്ക് മാറ്റി കൊടുക്കണോ എന്നുള്ള പല രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് എത്തനോൾ ഇല്ലാത്ത പെട്രോൾ ഉപയോഗിച്ചിട്ട് എത്തനോളിൻ്റെ പ്രശ്നം കൊണ്ടാണോ വണ്ടിക്ക് ഇത് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ. അതിന് നമുക്ക് എത്തനോൾ ഫ്രീ ഒരു പെട്രോൾ അങ്ങ് ഉണ്ടാക്കിയാലോ. എത്തനോൾ ഇല്ലാത്ത പെട്രോൾ വണ്ടിയിൽ ഒഴിക്കുക, ഓടുക. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം എത്തനോൾ കൊണ്ടാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഇനി മാത്രമല്ല, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഇത് ചെയ്യാറുള്ള പരീക്ഷണത്തിൽ ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം, എനിക്കൊരു വണ്ടിയുണ്ട്, വലിയ വണ്ടി, അത് CNG ആണ് വണ്ടി. മെയിനായിട്ട് പെട്രോൾ വല്ലപ്പോഴും സ്റ്റാർട്ടിങ് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ CNGയിലേക്ക് മാറുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, അത്യാവശ്യ ഘട്ടങ്ങൾ വല്ല ഹില്ലി ഏരിയയൊക്കെ വരികയാണെങ്കിൽ പെട്രോളിന് ഓടുന്ന സമയത്ത് ഭയങ്കര മിസ്സിങ്ങും ലാഗിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് E20 പെട്രോൾ വന്നതിന് ശേഷം. അതിനായിട്ട് ഞാൻ കുറച്ചൊരു 5-10 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ട് തന്നെ എത്തനോൾ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കണ്ടുവച്ചത്. റെഗുലറായിട്ട് ഓട്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്നല്ലോ. അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പെട്രോൾ എത്തനോൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും കുറച്ച് വലിയ വണ്ടിയുണ്ട്, സ്പാർട്സിന് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് എത്തനോൾ വേർതിരിച്ച് കുറച്ച് റിസ്ക് എടുത്താലും വേറെ വഴിയില്ല. പിന്നെ XP100 ഒന്നും ഇവിടെ കിട്ടാനുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വഴി കണ്ടുപിടിച്ചാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പരീക്ഷിച്ച് അത്യാവശ്യം 1-2 ലിറ്റർ പെട്രോളൊക്കെ 2-4-5 ലിറ്റർ പെട്രോളൊക്കെ വേർതിരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 20% പോകുന്നുള്ളൂ. എന്നാലേ എത്തനോൾ കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടോ 20 രൂപ എക്സ്ട്രാ അധികം വരും, അത്ര കൂട്ടുക പെട്രോളിന്. XP100 160 കൊടുക്കണ്ടേ. അപ്പോൾ ഇത് 20 രൂപ അധികം വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ മെനക്കെടണം, അത്രേ ഉള്ളൂ. വാങ്ങിക്കുന്ന പെട്രോൾ വണ്ടിയിലേക്ക് അടിക്കാതെ നേരെ ക്യാനിലടിച്ച് കൊണ്ടുവരണം. അതാണ് ഇതിന് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ഇതൊരു E20 പെട്രോളല്ല, അതായത് എത്തനോൾ ഇല്ലാത്ത പെട്രോൾ. ഇപ്പോൾ നിലവിൽ ഇത് എത്തനോൾ ഇല്ലാത്ത പെട്രോളാണ് കേട്ടോ, കണ്ടില്ലേ, നോക്കുക. ഞാൻ ഇതിൽ 10% വെള്ളമാണ് ഒഴിച്ചത്. ആ 10 മില്ലി വെള്ളം മാത്രമേ ഇതിലുള്ളൂ. ഇപ്പോൾ ഇതിൽ മുകളിൽ കിടക്കുന്ന പെട്രോൾ എത്തനോൾ ഫ്രീ പെട്രോളാണ്. അപ്പോൾ ഞാൻ ഈ പെട്രോൾ കാണിച്ചു തരാം. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലാവും. ഞാൻ ഈ പെട്രോളിലേക്ക് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. ആ വെള്ളം ഇല്ലാതെ വേണം ഇതിലേക്ക് വീഴാൻ. ഞാൻ വേറെ ഒഴിച്ച് കളയേണ്ട എഴുതിയിട്ടാണ്. ഏതായാലും ഞാൻ അത് ഒഴിവാക്കാൻ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം മിക്സായി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഞാൻ പെട്രോൾ ഒഴിവാക്കി വരാം. ഞാൻ മെഷീൻ ടംബ്ലർ ഫ്രീ ആക്കിയിട്ടുണ്ട്, പെട്രോൾ അതിൽ ഒഴിവാക്കി. ഇനി ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാനിത് ഭാരത് പെട്രോളിൻ്റെ സ്പീഡ് പെട്രോളാണ്. ഇത് കളർ കണ്ടാൽ അറിയും. നോർമൽ പെട്രോൾ ഞാൻ എടുത്തിട്ടില്ല. ഇത് സ്പീഡ് പെട്രോളാണ്. കുറച്ച് കളർ കുറച്ച് ക്ലാരിറ്റിയുള്ള കളറൊക്കെയാണ്. അപ്പം ഞാനിതിൽ ജസ്റ്റ് ഒരു 10 മില്ലി പെട്രോൾ വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ. നോക്കുക, 10 മില്ലി വെള്ളമാണ് ഒഴിച്ചത്. ഈ 10 മില്ലി വെള്ളം ഞാൻ 100 മില്ലി പെട്രോൾ ഒഴിക്കാം. 110 മില്ലിയാണ് അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ എത്തനോളിൽ 20% എത്തനോൾ ഉണ്ടാവുക. പെട്രോൾ പറഞ്ഞ് 20%. അപ്പോൾ അത് 130 മില്ലി, 110 മില്ലി ഉള്ളത്. ഈ 10 മില്ലി ഉള്ള വെള്ളം, ഈ എത്തനോളിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി, അതായത് വാട്ടർ കണ്ടൻറ്റ്, വെള്ളം എവിടെ ഉണ്ടെങ്കിലും അത് വലിച്ചെടുക്കും. ആ ഒരു വെള്ളം കൂടിയുടെ ഒരങ്ങ് ഒന്നാവും. വെള്ളം എത്തനോളും അങ്ങ് സെപ്പറേറ്റ് ആയി കിടക്കും, വെള്ളം ഉണ്ടെങ്കിൽ. അതാണ് ഫ്യൂവലിൽ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ എത്തനോളിന് ഭയങ്കര നെഗറ്റീവാണെന്ന് പറയാനുള്ള കാരണം. അത് നിങ്ങൾ ഫ്യൂവൽ ടാങ്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കട്ടെ. വളരെയധികം ഇതേ കാര്യം കണ്ടാൽ മനസ്സിലാവും. ഞാനിതിലേക്ക് 110ൻ്റെ മെഷർമെൻറ്റ് അളവ് ഇതാണ്. 110 ഇവിടെ വരെ വേണം കേട്ടോ. നോക്കുക, ഇതിൽ ഞാൻ 110, മൊത്തം 110 എടുത്ത് 10 മില്ലി വെള്ളം, 100 മില്ലി പെട്രോൾ. ഓക്കെ, നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യാണ്. ശരിക്ക് ഇതിൽ 10 മില്ലി വെള്ളം ഉള്ളൂ, അത് മനസ്സിലാക്കുക. ഈ 10 മില്ലി വെള്ളം എന്താണ് സംഭവിക്കുന്നത് കാണാം.
ഞാൻ ഷെയ്ക്ക് ചെയ്തു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എത്തനോൾ അങ്ങ് സെപ്പറേറ്റ് ആവും. നോക്കുക, ഈ താഴോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം തെളിഞ്ഞു വരുന്നത് 10 മില്ലിയിലെ വെള്ളം എത്രയായി നോക്കൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം 10 മില്ലി ഇതിൽ ഈ ഒരു സ്പീഡ് പെട്രോളിൽ നിലവിൽ ഇത് എത്രയായി നിൽക്കുന്നു, 30 തോന്നുന്നു കേട്ടോ. കറക്റ്റ് 30 മില്ലി വെള്ളമായിട്ടുണ്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൊണ്ട് വെച്ചാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വീഡിയോ ലെങ്തി ആവണ്ടെന്ന് കരുതി ഞാൻ വീഡിയോ കട്ട് ചെയ്തെല്ലാം എടുക്കുന്നത്, ഒറ്റ സ്ട്രെച്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ അതാ കറക്റ്റ് നോക്കുക 30 മില്ലി ആയിട്ടുണ്ട്. അതായത് 20%. 10 നമ്മൾ ആദ്യം ഒഴിച്ചത്, ബാക്കി 100 മില്ലി പെട്രോളിലുള്ള 20% എത്തനോൾ ഇവിടെ ഫ്രീ ആയി. ഈ വെള്ളവും രണ്ടും കൂടെ ഒന്നായി, എത്തനോൾ ഇതിലേക്ക് അങ്ങ് മിക്സായി കേട്ടോ. അതായത് എത്തനോൾ ഇപ്പോൾ സെപ്പറേറ്റ് ആയി. ഇനി ഈ ഒരു പെട്രോൾ എത്തനോൾ ഫ്രീ പെട്രോൾ അത് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, ഇതൊന്ന് ഒഴിവാക്കട്ടെ. ഞാൻ ഒഴിക്കാൻ പോകുന്നത്, ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളെ ഫ്യൂൽ ടാങ്കിൽ ഒരു 100 മില്ലി പെട്രോൾ ഉണ്ട് എങ്കിൽ, 100 മില്ലി വെള്ളം ഉണ്ട് എങ്കിൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം നിർത്തിയിട്ടാൽ, വണ്ടിക്ക് ഇളകി ഒന്ന് ഓടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം 300 ആവും. 1 ലിറ്റർ ആണെങ്കിൽ അത് 3 ലിറ്റർ ആവും. അപ്പോൾ എന്താ സംഭവിക്കുക, വണ്ടിക്ക് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ എത്തനോൾ ആ രീതിയിലും കൂടി മിസ്സിങ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് നിർത്തിയിട്ട് വണ്ടികൾ പ്രത്യേകിച്ചും ഇഞ്ചക്ടറിലൊക്കെ നേരെ അവിടെ കയറി ചെല്ല് വെള്ളമായിരിക്കും. പിന്നെ കുറച്ച് കൈ അതൊക്കെ ശരിയായി കിട്ടാൻ. അപ്പോൾ അതൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഏതായാലും ഇത് നോക്കാം. ഇതിൽ ഞാൻ 10 മില്ലി വെള്ളമാണ് എടുത്ത് നോക്കുക. കറക്റ്റ് 10 മില്ലി വെള്ളമാണ് ഉപയോഗിച്ച്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ എത്തനോൾ ഫ്രീ പെട്രോൾ ഒഴിക്കാൻ പോവാണ്. ഈ രാത്രി ആയതിന് വെളിച്ചമില്ലാത്തതുകൊണ്ട് 110. ഓക്കെ, ഇതിലേക്ക് ഞാൻ എത്തനോൾ ഫ്രീ പെട്രോൾ ഒഴിക്കാൻ പോകണം. എത്രത്തോളം മാറ്റണം നോക്കാം. ഓക്കെ, ഞാൻ ഷേക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ആ ഒരു വെള്ളം കൂടുന്നുണ്ടോ നോക്കാം കേട്ടോ. നോക്കുക, അത് കറക്റ്റ് 10 ml തന്നെ, 10 ml തന്നെ വരുന്നുള്ളൂ വെള്ളം. അതിൽ മുകളിലേക്ക് വരുന്നില്ല. അങ്ങനെ നോക്കുക, എത്രയാണോ വെള്ളം ഒഴിച്ചത് അത്ര തന്നെ വെള്ളം പെട്രോളിൽ ആ വെള്ളം തന്നെ ഉള്ളൂ. അതിൽ മുകളിലേക്ക് കൂടിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി എത്തനോൾ ഫ്രീ ആണ് പെട്രോൾ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 ലിറ്റർ പെട്രോൾ, നിങ്ങൾ 1 ലിറ്റർ ബോട്ടിലാണ് വേണ്ടതെങ്കിൽ 1 ലിറ്റർ ബോട്ടിൽ 1 ലിറ്റർ ബോട്ടിൽ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അത് 100 മില്ലി വെള്ളം ഒഴിക്കുക. 100 മില്ലി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, എത്ര ഒഴിച്ച് കഴിഞ്ഞാലും എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒരു മെഷർമെൻറ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവും. വെള്ളം ഒഴിച്ച് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെത്തനോൾ സെപ്പറേറ്റ് ആവും. ഞാൻ 100 മില്ലിയിൽ 1 ലിറ്ററിൽ 100 മില്ലി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഷെയ്ക്ക് ചെയ്ത് അങ്ങ് വെച്ച് ഇങ്ങനെ തല കുത്തനട് വെക്കും. ഇങ്ങനെയായിട്ട് വെക്കും. ഇങ്ങനെ വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവും എത്തനോൾ. 10 മിനിറ്റ് 15 മിനിറ്റ് വേണ്ട, സെപ്പറേറ്റ് ആണ്. ഈ മൂടി അങ്ങ് തുറന്നു വിടും. അല്ല, മൂടിക്ക് ചെറിയ ഹോൾ ഇട്ടാൽ മതി. വെള്ളം അങ്ങനെ ഒഴിഞ്ഞ് പോകുമ്പോൾ ശരിക്കും ബ്ലോക്ക് ചെയ്ത് നേരെ തിരിച്ചിങ്ങനെ വെക്കുക. അതെല്ലാം അങ്ങനെ ഒഴിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ മിക്സാവും, ചെറിയമോതിൻ്റെ മിക്സാവും. അതിനും വേണ്ടി നേരെ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഐഡിയകൾ നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. വലിയ ബോട്ടിലാണെങ്കിൽ അകത്തി വെച്ച് ചെറിയ ഹോൾ ഇട്ടാൽ മതി. കറക്റ്റായിട്ട് വെള്ളം തീരുന്ന സമയം അങ്ങ് ബ്ലോക്ക് ചെയ്താൽ കറക്റ്റ് എത്തനോളും വെള്ളമില്ലാത്ത ഒരു പെട്രോൾ
നമുക്ക് ഈ ഒരു പെട്രോൾ 2-3 ലിറ്റർ ഡയലി ഉണ്ടാക്കി വെക്കാമെങ്കിൽ അത്ര ഓട്ടോ ഓടുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഇത്തനോളുടെ യാതൊരു ടെൻഷനും ഇല്ലാതെ എത്തനോളുടെ ഒരു നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പേടിക്കാതെ ഓടാൻ പറ്റും. ചെറിയ ഉപയോഗമുള്ള ആൾക്ക് ഉപയോഗിക്കാവുന്ന ട്രിക്കാണ്. ഇതൊന്നും പ്രാക്ടിക്കലത് സക്സസ് ഒന്നും അല്ല. പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹൈലി ഇൻഫ്ലമേറ്റീവ് ആയത് കുറച്ചൊരു പ്രശ്നമാണ്. എന്നാലും ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കേസാണ്. ഇതുകൊണ്ടാണ് കുടുങ്ങിയാണ്, വേറെ വഴിയില്ലല്ലോ. XP100 ഒന്നും കിട്ടാനില്ല അടുത്തൊന്നും. അതുകൊണ്ട് ഈ ഒരു ഇതാണ് ഇപ്പോൾ ചെറിയ ഹോട്ടൽ ആളുകൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. 1 ലിറ്റർ പെട്രോളൊക്കെ സുഖമായിട്ട് വേർതിരിക്കാവുന്നുള്ളൂ. 2 ലിറ്റർ പെട്രോൾ കുറച്ച് 5 ലിറ്റർ പെട്രോൾ ഡെയിലി 5 ലിറ്റർ ഒരാഴ്ച 5 ലിറ്റർ ഒക്കെ ഉള്ള 5 ലിറ്റർ ഒന്നും ഒരു സൺഡേയിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി ഓടിച്ചാൽ മതി. വണ്ടിക്ക് പെർഫോമൻസ് കിട്ടും. മൈലേജിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എത്തനോളിനോട് വലിയ മൈലേജ് ഒന്നും ഉണ്ടാവില്ല. നോർമലിൽ നിലവിൽ തന്നെ മൈലേജിന് കിട്ടും. കാർബറേറ്ററിന് വിഷയം ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയ വണ്ടികൾക്ക് ഇത് പരീക്ഷിക്കാവുന്ന മാർഗ്ഗമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.